പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരള ജനത സാംസ്കാരിക ഉത്സവമായ രാജ്യത്ത് നടന്നു കാണേണ്ട ഒരു ഭരണ രീതിയെക്കുറിച്ചുള്ള സങ്കല്പത്തിൻ്റെ ഐതിഹ്യം, അതിൻ്റെ ആ ഐതിഹ്യത്തിൻ്റെ സന്തോഷത്തിൽ തിരുവോണത്തിലായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷചിത്തരാകാനും അഭിവൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും ഉത്തരോത്തരം വളരുവാനും മഹത്തായ ബലിയായി തീർന്നവൻ്റെ ഈ ബലിയിൽ പങ്കുചേരുമ്പോൾ ഒരു ചെറിയ പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന ഈ ചെറിയ പുസ്തകം 2024 82 പതിപ്പുകൾ ഇറങ്ങിയ, ഇംഗ്ലീഷിലൊക്കെ തർജ്ജമ ചെയ്യപ്പെട്ട ഈ പുസ്തകം പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളതാണ്. എഴുതിയതാവട്ടെ കോട്ടയത്തെ പാലാക്കാരനായ കുടക്കച്ചിറ ഇടവകക്കാരനായ ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിയും, തങ്കച്ചൻ തുണ്ടിയിൽ എന്ന ഒരു സാധാരണ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു തെങ്ങ് കയറ്റ തൊഴിലാളി. അദ്ദേഹം എഴുതിയതാവട്ടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള തൻ്റെ ജീവിതാനുഭവങ്ങളും തൻ്റെ വഴികളും എല്ലാം അദ്ദേഹം പകർത്തിയിരിക്കുകയാണ്. അവതാരികൾ എഴുതിയതാവട്ടെ ഏറ്റവും പ്രശസ്തരായ വ്യക്തികൾ ഇത് വായിച്ച്, ഒരു വിമാനയാത്രയിൽ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ഇത് വായിച്ച് പരിശുദ്ധ കുർബാന അനുഭവത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ മാറിയതിനെക്കുറിച്ചുള്ള അനുഭവങ്ങളടക്കമുള്ള അവതാരികകളും. ഈ പരിശുദ്ധ കുർബാന അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, തീർത്തും സാധാരണക്കാരനായ, അന്ന് 10-40 വർഷം മുമ്പൊക്കെ ഈ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അങ്ങനെ തെങ്ങുംതോട്ടം സുലഭമായിട്ടോ ഒന്നുമില്ല. 10, 18, 20, 25 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം പോകാൻ. എന്നാൽ എല്ലാ ദിവസവും പണിക്ക് മുമ്പായി, എല്ലാ ദിവസവും പ്രഭാതത്തിൽ പരിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമേ അദ്ദേഹം ജോലിക്ക് പോവുകയുള്ളായിരുന്നു. ചില ദിവസങ്ങളിൽ 10-40 കിലോമീറ്റർ യാത്ര ചെയ്ത് വിശുദ്ധ കുർബാന അർപ്പിച്ച് തിരികെ വന്ന് പണിക്ക് പോകുന്ന ധാരാളം ദിവസങ്ങൾ അദ്ദേഹം ജീവിതത്തിൻ്റെ അനുഭവത്തിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് വളരെ അഷ്ടദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ആ കാലഘട്ടങ്ങളിൽ ധാരാളം പ്രാർത്ഥിക്കുന്ന, നമുക്കറിയാമല്ലോ, എല്ലാ ദിവസവും ഇങ്ങനെ വിശുദ്ധ ബലിക്ക് പോകുന്ന അത്ര അന്നത്തെ കാലത്തെ ഒരു മനുഷ്യനെ കുറിച്ച് ശരാശരിയിൽ താഴെയുള്ള ഒരു ക്രിസ്ത്യാനിയുടെ, ഹിന്ദുവിനോ മുസ്ലിമാനോ ചിലപ്പോൾ തോന്നില്ല, പക്ഷെ ക്രിസ്ത്യാനിക്ക് തോന്നും അവനൊക്കെ തലയ്ക്ക് വെളിവില്ല. 10-40 കിലോമീറ്റർ വലിഞ്ഞ് തെങ്ങേ കയറി അവൻ്റെ പിള്ളേർക്ക് വല്ല മീനും മേടിച്ചു കൊടുക്കാനുള്ളത്, എപ്പോഴും നെത്തോലിയും മേടിച്ചുകൊണ്ട് പോകാനുള്ള സാഹചര്യം അവനുള്ളത് എന്ന് എത്രയോ ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടുണ്ടാവും. മാത്രമല്ല, ആ കൂടെ സംഭവിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം പറയാം. ഒരു പ്രാവശ്യം ഇങ്ങനെ അദ്ദേഹം ബാക്കി സമയങ്ങളിലെല്ലാം പ്രാർത്ഥനയിലും ദൈവശുശ്രൂഷയിലും ഒക്കെ ആയിരിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് പണിയെടുക്കുമ്പോഴെല്ലാം ഈ പ്രാർത്ഥനയാണല്ലോ. തെങ്ങ് കയറുമ്പോഴൊക്കെ തെങ്ങേ കയറി ഒരു പ്രാവശ്യം പോയപ്പോൾ ഈ പിള്ളേർ ഇതിന് എറിയ കരിക്ക് ചിലപ്പം എറിഞ്ഞു പറിക്കാനൊക്കെ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പിള്ളേരെന്നല്ല, യുവജനങ്ങളായ പിള്ളേരും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഒരു ദിവസം തെങ്ങേ കൂടെ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ മുകളിലെത്താനായപ്പോഴത്തേക്കും തെങ്ങ് നന്നായിട്ട് മുകളിലേക്ക് എത്താനാകുമ്പോൾ കുറച്ചും കൂടി ആടുമല്ലോ ഓരോ ചാട്ടത്തിനും. ഒരു കല്ല് മുകളിൽ നിന്നൊരു വലിയ കല്ല്, ഒരു സാധാരണ കഴിഞ്ഞ ഒരു കല്ല് നേരെ തലയിൽ വന്ന് വീണ് തല പൊട്ടി ഒഴുകി. അദ്ദേഹം പറയാം, ദൈവത്തിൻ്റെ അനുഗ്രഹം പെട്ടെന്ന് ഉള്ള ഞെട്ടലിൽ കൈവിട്ടു പോയില്ല, തല പൊട്ടിയതേ ഉള്ളൂ. എന്നാൽ അടുത്ത കൂട്ടുകാരൊക്കെ പറയുന്നത് എന്താണ്, ഇപ്പം ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്, ഇവൻ എവിടുന്നെങ്കിലും ഗതി കിട്ടിയിട്ടുണ്ടോ? ഇവൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്, വിശുദ്ധ കുർബാനയ്ക്ക് പോക്ക് തന്നെ ഇവൻ്റെ സ്ഥിരം പരിപാടി. ഇവന് വല്ല ഗതിയും കിട്ടിയിട്ടുണ്ടോ? പണിയെടുക്കുമ്പോൾ പോലും ഇതാണ്ട് നല്ല ഒന്നാന്തര പട്ടക്കയെന്ന് പറഞ്ഞ് തലക്കിട്ട് കിട്ടുന്നു. വേറൊരു പ്രാവശ്യം മഴയും കാറ്റൊക്കെ ഉണ്ടായി. ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന വരെ ചില അനുഭവങ്ങളാണ്. മഴയും കാറ്റും ഉണ്ടായി, ഗംഭീരമായ ഒരു ഇടിവെട്ടി. ആ ഇടിയിൽ തങ്കച്ചേട്ടൻ്റെ ചെറിയ ആ വീട്, ചെറിയ കനം കുറഞ്ഞ കോൺക്രീറ്റ്
ഇങ്ങനെ പണിത ചെറിയ കുടിസുമുറികളുള്ള ചെറിയ വീടാണ്. ആ കോൺക്രീറ്റ് മുഴുവൻ പൊട്ടിത്തകർന്നു, വീട് പൊട്ടിത്തകർന്നു. അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല. മുറിയിൽ അദ്ദേഹം ആ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല. എന്നാൽ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ചെറിയ ഈ കോൺക്രീറ്റ് വന്ന് അതിൻ്റെ ചീള് വന്നതിൻ്റെയൊക്കെ ചെറിയ മുറിവുകൾ, നിസ്സാരമായ മുറിവുകളും ഉണ്ടായി. വീട് മൊത്തം തകർന്നു. നാട്ടുകാർക്ക് ആ ദിവസങ്ങളിലെ മുഴുവൻ ആഘോഷങ്ങളും ഇയാളുടെ വീടിന് പറ്റിയ കെടുതികളും ഇയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ശാപങ്ങളെക്കുറിച്ചും കോപങ്ങളെക്കുറിച്ചും മാത്രമാണ്. പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്, ഞാൻ കുറച്ച് ദിവസങ്ങളായി എനിക്ക് പരിശുദ്ധ കുർബാനയെ കുറിച്ച് എഴുതണമെന്ന് ഒരു കുഞ്ഞു പുസ്തകം എഴുതാനും വായിക്കാനും മാത്രം അറിയാവുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ പരിശുദ്ധ കുർബാനയെ കുറിച്ച്, ഈശോയെ കുറിച്ച് ഒരു കുഞ്ഞു പുസ്തകം എഴുതാൻ. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇരുന്നെഴുതാനൊരു നല്ല കസേരയോ ഇരുന്നെഴുതാനൊരു മേശയോ ഇല്ലാത്ത, വെട്ടവും വെളിച്ചവും ഇല്ലാത്തൊരു, അന്നത്തെ കാലത്തെ ഒരു കുടിസുമുറിയെ കുറിച്ച് ഓർക്കണം. വെട്ടവും വെളിച്ചവും ഇല്ലാത്ത ഈ മുറിയിലിരുന്ന് വൈകുന്നേരം അന്തിയാകുമ്പോൾ വരുന്ന ഞാൻ എങ്ങനെ ഇരുന്ന് ഒരു പുസ്തകത്തെ കുറിച്ച് എഴുതാൻ? ഈശോയെ, വെട്ടവും വെളിച്ചമുള്ളൊരു മുറിയും ഇരിക്കാനുള്ളൊരു കസേരയും എഴുതാനും വേണ്ടിയുള്ളൊരു കുഞ്ഞു മേശയും എനിക്ക് ഒരുക്കി തരണമേ, അതിനുള്ള സൗകര്യങ്ങൾ. അദ്ദേഹം പറയാണ്, പുതിയൊരു വീട് വന്നപ്പോൾ ഈ സാഹചര്യങ്ങൾക്കെല്ലാം വേണ്ടി കർത്താവ് ഈ വീടിനെ കുറിച്ച്, ഒരു വീടിനെ കുറിച്ച് ഞാൻ സ്വപ്നം പോലും ചിന്തിക്കാതിരുന്ന കാലത്ത് ഇതാ വെട്ടവും വെളിച്ചമുള്ളൊരു വീട് വന്ന് ജീവിതത്തിൽ വന്ന് നിറയെ കാര്യങ്ങൾ മാറുകയാണ്. വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പുസ്തകം എഴുതപ്പെടുക മാത്രമല്ല, അത് അനേകരെ സ്വാധീനിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, കൗൺസിൽ ഓഫ് ട്രെൻഡ് കൗൺസിലിന്റെ 22ാം സെഷനിൽ പറയുന്നുണ്ട്, പരമപരിശുദ്ധനായവന്റെ ശക്തമായ പ്രവൃത്തികൾ, 4 പ്രവൃത്തികൾ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മിൽ സംഭവിക്കും. ഒരു പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഇന്ന് മഹാബലിയർപ്പണത്തെ കുറിച്ച് ഈ ദിവസം അത്യുത്തമമായി നമ്മൾ ചിന്തിക്കുമ്പോൾ കൗൺസിൽ ഓഫ് ട്രെൻഡിന്റെ സെഷൻ 22ൽ ഓർമ്മിപ്പിക്കുകയാണ്, പരമപരിശുദ്ധനായവന്റെ ശക്തമായ 4 പ്രവൃത്തികൾ പരിശുദ്ധ കുർബാനയിലൂടെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ബലിയിൽ നന്നായി ചേർന്ന് നിൽക്കുന്ന നമ്മിൽ ഈ 4 കാര്യങ്ങൾ അടിസ്ഥാനപരമായി സംഭവിക്കും. അതിലൊന്ന്, പാപികൾക്ക് നേരെയുള്ള ദൈവത്തിന്റെ ക്രോധം ശമിക്കുന്നു. പാപിയായ ഒരു മനുഷ്യനാണ്, അയാളുടെ ജീവിതത്തിൽ ഒരു കൺട്രോളും ലഗാനും ഇല്ലാതെ പോകുന്ന ചേട്ടത്തി, സകല കൺട്രോളുകളും ചില കാര്യങ്ങളിൽ വിട്ടുപോകുന്ന ചേട്ടൻ. പക്ഷെ ഈ കൺട്രോൾ ഇല്ലായ്മയെ കുറിച്ചൊക്കെ അറിയാവുന്ന ചേട്ടനും ചേട്ടത്തിയും ഞായറാഴ്ച കുർബാനയിലേക്ക് വരുമ്പോൾ, ഉടുപ്പിടുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാം, കർത്താവേ, പാപിയായ ഞാൻ നിന്റെ ബലിയിലേക്ക് നീ തന്നെ എന്നെ ആകർഷിച്ചു കൊണ്ടുവരുന്നു. ഈ ബലിയുടെ ഒരു സത്തയിലേക്ക് കടന്നു വരാൻ തക്ക വിധം യാതൊരു യോഗ്യതയും ഇല്ലാത്തവനാണ് ഞാൻ. എന്നോട് കരുണയായിരിക്കണമേ എന്ന് പൊടിയുന്ന ഹൃദയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയർപ്പണത്തിനായി വന്ന് ആ നോവുന്ന ഹൃദയത്തോടുകൂടി, പാപഭാരത്തോടും നോവുന്ന ഹൃദയത്തോടും കൂടി തുടർന്ന് പരിശുദ്ധ കുംഭസാരത്തിലൂടെ വീണ്ടും ബലിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ, നാളെയും എന്റെ ജീവിതം പിടിച്ചാ കിട്ടില്ല എന്ന രീതിയിൽ, കാരണം പല പ്രാവശ്യം കുംഭസാരിച്ചിട്ടും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോഴും പ്രലോഭനത്തിന്റെ ഹേതു അത് ബോർഡായിട്ടോ, ചിലർക്ക് ബോർഡാണ്, ചിലർക്ക് വ്യക്തിയായിട്ടോ, ചിലർക്ക് ചില വാർത്തകളായിട്ടോ, ചിലർക്ക് ചില ദൃശ്യങ്ങളായിട്ടോ, ചിലർക്ക് ചില വസ്തുക്കളായിട്ടോ ഒക്കെ മാറി നിൽക്കുമ്പോൾ, അത് കണ്ണിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിലേക്ക് അറിയാതെ വഴുതി വീഴുന്ന ഈ ജീവിതം, കരകയറാനുള്ള ആഗ്രഹം ഒരിടത്ത് നിൽക്കുമ്പോഴും ഈ വക കാര്യങ്ങളിലൂടെ സമീപിക്കുമ്പോൾ വീണു പോകുന്ന ഈ ജീവിതം കർത്താവ് ട്രെൻഡ് കൗൺസിലിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പാപികൾക്ക് നേരെയുള്ള മഹാ ദൈവത്തിന്റെ ക്രോധം പരിശുദ്ധ കുർബാനയിലൂടെ ആ വ്യക്തിയിൽ ശമിക്കുന്നു. അവൻ വിശുദ്ധ ബലി അർപ്പിച്ച് തന്റെ കുറവുകളെയും തന്റെ ഇല്ലായ്മയും തന്റെ വീഴ്ചകളെയും ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്വീകരിക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ ചിലപ്പോൾ അവനവന്റെ കുടുംബത്തിലും ചിലപ്പോൾ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളിൽ പോലും അവൻ ചെയ്ത
നിരുത്തരവാദിത്തപരമായ വലിയ പാപങ്ങളുടെ കെട്ടുകൾ കർത്താവ് പരിശുദ്ധ ബലിയിലൂടെ അഴിക്കും. പഴയ കാരണവന്മാര് പറയുന്ന പോലെ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ട് മാറിപ്പോകുന്ന അവസ്ഥ. കണ്ണിൽ കൊണ്ട് കണ്ണ് തവിട് പൊടിയാകേണ്ടതായിരുന്നു, അന്ധനായി മാറേണ്ടതായിരുന്നു, കാഴ്ചയില്ലാത്തവളായി മാറേണ്ടതായിരുന്നു. പക്ഷേ അത് പുരികത്ത് കൊണ്ട് തട്ടിമാറി എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ പരിശുദ്ധ ബലിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, മുഴു ഹൃദയത്തോടെ ചേർന്ന് നിന്ന് ബലിയർപ്പിക്കുമ്പോൾ, പാപികൾക്ക് നേരെയുള്ള ദൈവക്രോധം ശമിപ്പിക്കുവാൻ ഈ ബലിയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുന്നു. വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ദൈവത്തിന്റെ സഹായം പരിശുദ്ധ ബലിയിലൂടെ ലഭിക്കുന്നത്, ധാരാളം വ്യക്തികളിൽ ഒരു ശരാശരി വിശ്വാസി എന്ന് പറയുന്നത്, ശരാശരി എന്ന് പറഞ്ഞാൽ പാസ് മാർക്കിൽ ഇങ്ങനെ എത്തിപ്പെടാൻ വേണ്ടി കിതച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനി, ശരാശരി സാധാരണ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളുടെ ഒരു രീതി എന്താണെന്ന് അറിയാവോ? അവർക്ക് ദൈവത്തെ ഭയമില്ല. ഇങ്ങനെ അച്ഛൻ പറയരുത്. അവർക്ക് ദൈവത്തെ ഭയമില്ല. അവർക്ക് ഭയമുള്ളത് ആരെയാണെന്നറിയോ? പിശാചിനെ അവർക്ക് ഭയമാണ്, കൂടോത്രത്തെ ഭയമാണ്, മന്ത്രവാദത്തെ ഭയമാണ്, പോക്കുവരവിനെ ഭയമാണ്, പൂച്ച വിലങ്ങനെ ചാടിയ ഭയമാണ്, ദിവസങ്ങളെ ഭയമാണ്, സമയങ്ങളെ ഭയമാണ്. വീട് വെഞ്ചരിക്കാൻ അവൻ ഒരു സമയം കണ്ടെത്തും, അത് മിക്കവാറും മറ്റവന്റെ സമയമായിരിക്കും. വീട് വെഞ്ചരിക്കാൻ അച്ഛനെ വിളിക്കും, അതിനൊരു സമയം അവൻ കണ്ടെത്തും. ദൈവത്തിന്റെ സമയമല്ല. പിന്നെയോ മറ്റു ചിലർ പറഞ്ഞ ചില കാലങ്ങൾ വഴിമാറും എന്നവരെ ഓർപ്പിക്കുന്ന അന്ധവിശ്വാസത്തിന്റെ ചില ഭയം. അതുകൊണ്ട് പാസ് മാർക്ക് ഇല്ലാത്ത ഓരോ ക്രിസ്ത്യാനിയുടെയും പ്രത്യേകത, ദൈവത്തെ ഭയമില്ല, പിശാചിനെ ഭയമുണ്ട്. എവിടെ ബഹിഷ്കരണ പ്രാർത്ഥന എന്ന് കേട്ടോ? ഇടവകയിലെ മഹാഭൂരിപക്ഷം പേരും പാഞ്ഞു ചെല്ലും. കാരണം ഭയങ്കര തടസ്സങ്ങളിൽ ജീവിക്കുകയാണ്. ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. പിന്നെയോ അപ്പനപ്പൂപ്പന്മാര് ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങളാണ്, അയൽവക്കംകാർ ഉണ്ടാക്കി വെച്ച കുഴപ്പമാണ്. ഈ സ്ഥലം ശരിയല്ല. കാരണം എന്താ? അവിടുന്ന് മാന്തിയപ്പോഴും ഇവിടുന്ന് മാന്തിയപ്പോഴും ഇപ്പുറന്ന് മാന്തിയപ്പോഴും ഒക്കെ പല സാധനങ്ങളും കിട്ടി. ഞങ്ങളുടെ കുഴപ്പമല്ല. ദൈവത്തിൽ വിശ്വാസമില്ലാതെ എന്നാൽ പൈശാചിക ശക്തികളെ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളോട് കൗൺസിൽ ഓഫ് ട്രെന്റ് ഓർമ്മിപ്പിക്കുകയാണ്, അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബന്ധനം, ഒരു തിന്മയുടെ സ്വാധീനം തന്നെ ഉണ്ടായി, പിശാചില്ല എന്ന് ഒരു വിശ്വാസിയും പറയില്ല. പിശാചില്ല എന്ന് ഏതെങ്കിലും വിശ്വാസി പറയുന്നെങ്കിൽ അവൻ വിശ്വാസിയല്ല എന്ന് ബെനഡിക്ട് 16 മാർപ്പാപ്പ പ്രത്യക്ഷമായി പറഞ്ഞു കഴിഞ്ഞു. കാരണം തീർച്ചയായിട്ടും തിന്മയുണ്ട്. തിന്മ എന്നെയും നിന്നെയും വരിഞ്ഞു മുറക്കുന്നെങ്കിൽ അതിന് കാരണം ആ പിശാചല്ല, പിശാചിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന എന്റെ ജീവിത ശൈലികൾ മാത്രമാണ്. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ പാത്രം കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അവൻ വന്നിരിക്കും തിന്മ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നാരകീയ ശക്തികളോ ബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ, കൂടപ്പറപ്പുകളെ, ഈ ലോകത്തിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്ത അച്ഛൻ തന്നെയാ പറയുന്നത്, ഒരു ധ്യാന കേന്ദ്രത്തിലെയും ബഹിഷ്കരണ പ്രാർത്ഥനകളെക്കാൾ വിലയുള്ളതാണ് കർത്താവിന്റെ തിരുബലി എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുക. നാരകീയ ശക്തികൾ കീഴടങ്ങുന്നു പരിശുദ്ധ ബലിയിൽ. പക്ഷെ പലരുടെയും വിഷയം എന്താണ്? പലരുടെയും വിഷയം വിശുദ്ധ കുർബാനയിൽ 10 പ്രാർത്ഥനകൾ പോലും ശരിക്കും അറിയാത്ത ഏത് ക്രിസ്ത്യാനിക്ക് പരിശുദ്ധ ബലിയിലൂടെ ഈ നാരകീയ ശക്തികളുടെ ബന്ധനം പരിശുദ്ധ ബലിയിലൂടെ അഴിഞ്ഞു കിട്ടുക? പരിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിന് തൊട്ടു മുമ്പുള്ള പ്രാർത്ഥന പോലും ബഹിഷ്കരണ പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാനയിലെ. പരിശുദ്ധ കുർബാനയിൽ തന്നെ ദിവ്യകാരുണ്യ സ്വീകരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആശീർവാദ പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുമ്പ് തന്നെ ബഹിഷ്കരണ പ്രാർത്ഥന, ഔദ്യോഗികമായ ബന്ധന പ്രാർത്ഥന, ബഹിഷ്കരണ പ്രാർത്ഥന പരിശുദ്ധ കുർബാനയിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് കൗൺസിൽ ഓഫ് ട്രെന്റ് ഓർപ്പിക്കുന്നത്, പരിശുദ്ധ ബലി ശ്രദ്ധയോടെ അർപ്പിക്കുന്നവർക്ക് നാരകീയ ശക്തികൾ അവരുടെ ജീവിതത്തിൽ കീഴടങ്ങുന്നു. 3, ഭൂവാസികൾക്ക്, ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് വലിയ പ്രയോജനങ്ങൾ പരിശുദ്ധ ബലിയിലൂടെ സംലഭ്യമാകുന്നു.
കാരണം ക്രിസ്തു തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുക്കത്തോടെ നടത്തുന്ന ബലിയർപ്പണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ മഹത്വത്തോടെ സംഭവിക്കും. അന്നൊക്കെ ഈ ദുരിതപർവ്വതങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കർത്താവിനെ ബലിയർപ്പിച്ച് സകലതും സമർപ്പിച്ച് ബലിയർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന മോഹമായിരുന്നു പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഒരു പുസ്തകം എഴുതണമെന്നും അത് ലോക പ്രശസ്തമാകുന്ന ക്രിസ്ത്യാനികളുടെ അക്ഷര മോഹികളായ അല്ലെങ്കിൽ ആത്മീയ വ്യക്തിത്വങ്ങളുടെ കൈരങ്ങളിലേക്ക് എത്തുന്ന ഒരു ആശീർവാദ പുസ്തകമായി ഇത് മാറുമെന്നും ഒക്കെയുള്ള ചിന്തയുണ്ടായിരുന്നു. ഒന്നുമില്ല. ദൈവത്തിന്റെ വഴികൾ ഇങ്ങനെ തുറക്കുകയാണ് നമ്മൾ ശുശ്രൂഷയിലൂടെ എല്ലാം വളരുമ്പോൾ. മൂന്നാമത്തെ അനുഗ്രഹം ഈ പരിശുദ്ധ ബലിയിലൂടെ ഓരോ മനുഷ്യ വ്യക്തിയും ആഗ്രഹിക്കുന്നതിന് അപ്പുറത്തേക്ക് പരിശുദ്ധ ബലി നന്നായി അർപ്പിക്കുന്ന വ്യക്തികൾ ഉണ്ടാണല്ലോ. ചിലരൊക്കെ പറയും, മക്കളൊക്കെ ഒരു നിലയിൽ എത്തിക്കഴിയുമ്പം കാരണവന്മാര് വലിയ തിരിച്ചറിവോടെ പറയും, അല്ലെങ്കിൽ ഭർത്താവ് വലിയ തിരിച്ചറിവോടെ പറയും, നിന്റെ ബലിയർപ്പണവും പ്രാർത്ഥനയാണ്. വെമ്പർനോത്തിയോട് അവസാന കാലമെങ്കിലും അവളുടെ മുഖത്ത് നോക്കി പറയും. അതുകൊണ്ട് നിങ്ങൾ ഓരോ ബലിയർപ്പണം കഴിഞ്ഞും ആമ്പർമാരുടെ മുഖത്തേക്ക് പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചില്ല ഞാൻ പ്രാർത്ഥിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചില്ല ഞാൻ പ്രാർത്ഥിച്ചു എന്നൊന്നും പറയണ്ട. തിരിച്ചും കുടുംബ പ്രാർത്ഥന നിങ്ങൾ കാണിയല്ല എന്നും പറഞ്ഞ് ആരും ആരെ കുറ്റം പറയണ്ട. ബലിയർപ്പിക്കുന്നവരും കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നവരും അവരുടെ നിഷ്ഠയോടെയുള്ള കാര്യങ്ങൾ നിയോഗം വെച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ഭൂവാസികൾക്ക് വലിയ പ്രയോജനമാണ് പരിശുദ്ധ ബലിയിലൂടെ ലഭിക്കുക. നാലാമത്തെ കാര്യം ഭൂവാസികൾക്ക് മാത്രമല്ല, കൗൺസിൽ ഓഫ് ട്രെന്റ് ഓർമ്മിപ്പിക്കുകയാണ്, ശുദ്ധീകരണ ആത്മാക്കൾക്ക്, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വലിയ ആശ്വാസം പരിശുദ്ധ ബലിയിലൂടെ. നാം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ആരോരുമില്ലാത്തവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഒരു ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ഏത് നിയോഗത്തിന് വേണ്ടിയാണോ നമ്മൾ അർപ്പിച്ചത് ആ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വലിയ ആശ്വാസം ലഭിക്കും, വലിയ ആശ്വാസം ലഭിക്കും. അതുകൊണ്ട് ഈ 4 അനുഗ്രഹങ്ങൾ പരിശുദ്ധ ബലിയിലൂടെ എന്ന് പറഞ്ഞാൽ സമഗ്രവും സമ്പൂർണവുമായ കൃപയാണ് പരിശുദ്ധ ബലിയിലൂടെ എന്നെയും നിങ്ങളെയും കർത്താവ് കാത്തിരിക്കുന്നത്, കർത്താവ് കടന്നു വരുന്നതിലൂടെ സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവിൽ ഈ മഹാബലി നമുക്ക് അർപ്പിക്കാം. സ്വർണ്ണനാവുള്ള വിശുദ്ധൻ എന്ന് പറയുന്ന സെന്റ് ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറയുകയാണ്, ഒരു പുരോഹിതൻ ബലി അർപ്പിക്കുന്നത് കാണുമ്പോൾ അത് പുരോഹിതന്റെ കൈകൾ കൊണ്ട് ചെയ്യപ്പെടുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പിന്നെയോ ദൈവം തന്റെ കരങ്ങൾ അദൃശ്യമായി വിരിച്ചു പിടിച്ചുകൊണ്ട് ആ ബലി അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം അതുകൊണ്ടാണ് കുർബാന പുസ്തകത്തില് കർത്താവെ ആശീർവദിക്കണമേ എന്നാണ് ശരിക്കും ഇതിനകത്തെ പ്രാർത്ഥന. ലേഖനം വായിക്കുമ്പോൾ, അപ്പസ്തോലന്മാരുടെ ഈ ലേഖനം വായിക്കുമ്പോൾ ശുശ്രൂഷികള് വായനക്കാരൻ ഈശോയുടെ നേരെ, പുരോഹിതന് നേരെ നിന്നുകൊണ്ട് യേശുവിന്റെ കർമ്മങ്ങൾ ചെയ്ത് യേശുവിന്റെ മറ്റൊരു പുരോഹിതൻ യേശുവായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവെ ആശീർവദിക്കണമേ എന്നാണ് സെന്റ് ജോൺ ക്രിസോസ്റ്റം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് കാണുമ്പോൾ അത് പുരോഹിതന്റെ കൈകൾ കൊണ്ട് ആണ് ചെയ്യപ്പെടുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പിന്നെയോ ദൈവം തന്റെ കരങ്ങൾ അദൃശ്യമായി വിരിച്ചു പിടിച്ചുകൊണ്ട് ആ ബലി അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ കുർബാനയിലുള്ള, എന്നാൽ ഈ പരിശുദ്ധ കുർബാനയുടെ ഈ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള 2 തടസ്സങ്ങൾ നമുക്കുണ്ട്. അതുകൂടെ പറഞ്ഞു നിർത്താം. 2 തടസ്സങ്ങൾ. ഈ മഹത്തായ പരിശുദ്ധ കുർബാന ഇത്രമാത്രം അനുഗ്രഹ കേന്ദ്രീകൃതമായ യേശുവിനെ തന്നെ നൽകുന്ന ഈ ബലിക്ക് നമ്മളിൽ സംഭവിക്കാവുന്ന 2 തടസ്സങ്ങൾ. ഒന്ന്, നമ്മിലുള്ള ഒരുക്കക്കുറവ്. പ്രത്യേകിച്ച് അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. 2, പാപജീവിതം. എന്താണ് പാപം? നമുക്കറിയാം. ചെയ്യേണ്ടത് ചെയ്യാത്തത്. ഏറ്റവും ചെറിയ കാര്യം പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചെയ്യേണ്ടതാണ്. എല്ലാവരോടും സൗമ്യനസ്സോടെ പെരുമാറേണ്ടതാണ്. ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്തം ഈശോ നമ്മെ ഓർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കാരണം എന്താ?
മുറിവേറ്റവർക്ക് മാത്രമേ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് വ്രണതയായ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും നമ്മളെ ഒരാൾ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, അവർക്കെതിരെ തിരിച്ചു ചെയ്യുന്നു. അപ്പോൾ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ ജന്മദിനം വന്നു, കുഞ്ഞിന്റെ ജന്മദിനം വന്നു. നമ്മൾ 10 കിലോ കോഴിയൊക്കെ മേടിച്ചും 2 കിലോ കേക്കൊക്കെ മേടിച്ചും നമ്മുടെ എല്ലാ കൂട്ടുകാരെയും, പെണ്ണിന്റെ കെട്ടിയോന്റെയും കെട്ടിയോളുടെയും അപ്പന്റെ അമ്മയുടെയും എല്ലാരെയും വിളിച്ച്, നാട്ടുകാരെ വിളിച്ച് നമ്മൾ അത് ആഘോഷിച്ചു. എന്നാൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് അതിൽ നിന്ന് ഒരു 500 രൂപയെങ്കിലും മാറ്റിവെക്കാൻ നമുക്ക് പറ്റിയില്ല. ഒരു അഗതി മന്ദിരത്തിലേക്ക് 2 ഭക്ഷണം 2 പൊതി കൊടുക്കാൻ വേണ്ടിയുള്ള പൈസ 100 രൂപ 200 രൂപയുള്ളൂ. 200 രൂപ കൊടുക്കാം. ചെയ്യേണ്ടത് ചെയ്യാത്തത് പാപമാണ്. ചെയ്യരുതാത്തത് ചെയ്യുന്നത് പാപമാണ്. ചെയ്യരുതാത്തത്. ദൈവത്തിന്റെ ആലയമാണിത്. ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആലയം. ഇത് മഹത്വത്തോടെ സൂക്ഷിക്കാൻ ഞാനും നിങ്ങൾ കടപ്പെട്ടതാണ്. പറയേണ്ടാത്തത് പറഞ്ഞുകൊണ്ട് ആർക്ക് മെച്ചമുണ്ടായി? ചെയ്യരുതാത്തത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ കുർബാനയുടെ കൃപയ്ക്കുള്ള തടസ്സമാണ്. ഒന്ന്, ഒരുക്കക്കുറവ്. അതാണ് കുമ്പസാരിക്കാൻ സാധ്യത ഉണ്ടായിട്ടും കുമ്പസാരിച്ചില്ല. ഒരുക്കക്കുറവ്. 2, ഉദാഹരണം 2, പാപജീവിതം. കൂടപ്പറപ്പുകളെ, ഈ പരിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ട് ഇനി നമ്മൾ കാഴ്ചയായി അർപ്പിക്കുമ്പോൾ, ബലിയർപ്പിക്കുന്ന ഞാനും ബലിയോട് ചേർന്ന് നിൽക്കുന്ന കർത്താവിനെ സ്വീകരിക്കുന്ന നിങ്ങളും നമ്മുടെ ജീവിതത്തെ മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങളെ കൂടെ ഒന്ന് കർത്താവിലേക്ക് സമർപ്പിച്ച് അവരെ രൂപപ്പെടുത്തുവാൻ കർത്താവ് എനിക്കാണ് ജീവശ്വാസം നൽകിയത് തിരിച്ചറിവോടുകൂടി കാഴ്ചയർപ്പിക്കുന്ന ഓരോരുത്തരും സ്വന്തം ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ കൃപയിലേക്ക് ആഴപ്പെടാൻ പരിശുദ്ധ കുർബാനയിലൂടെ ഒരു ദിവസം നിങ്ങളുടെ എല്ലാം വീട്ടിൽ ഒരു കുർബാന പുസ്തകങ്ങളും ഉണ്ടാവും. വേദപാഠം പഠിക്കാത്ത പിള്ളേർ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകില്ല. ഒരു കുർബാന പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം. ആഴ്ചയിൽ ഒരു പ്രാർത്ഥനയെങ്കിലും, വിശുദ്ധ കുർബാനയിലെ ഒരു പ്രാർത്ഥനയെങ്കിലും നിങ്ങളൊന്ന് ഒരു 2 മിനിറ്റ് എടുത്തൊന്ന് വായിക്കണം. നമ്മളെ അത്ഭുതപ്പെടുത്തും ദൈവത്തിന്റെ ഈ പരിശുദ്ധ ബലിയിലെ ഓരോ പ്രാർത്ഥനകളും. അമ്പരമനവരതം നമ്മൾ പാട്ടുപാടി, നമ്മൾ വിചാരിക്കുന്ന ഏതെങ്കിലും പാട്ടുകാരൻ എഴുതി വെച്ചെന്നാ. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലെ പാട്ടുകളെല്ലാം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇങ്ങനെ എഴുതി വെച്ച വചനമാണ്. 19-ാം സങ്കീർത്തനമാണ്. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം ഒന്നുകിൽ സഭാപിതാക്കന്മാരുടേത് എന്ന് പറഞ്ഞാൽ ആദിമ നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ഉണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു കുർബാന പുസ്തകം നിങ്ങൾ മേടിച്ച് വീട്ടിൽ വെക്കുക. വിശുദ്ധ 3 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവണം. വിശുദ്ധ ബൈബിളും, കുടുംബ പ്രാർത്ഥനയുടെ ഒരു പുസ്തകവും, ചെറുതോ വലുതോ ഏതെങ്കിലും ഒരു പുസ്തകവും, ഒരു കുർബാന പുസ്തകവും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ കുർബാന പുസ്തകത്തിലെ ഒരു താള് ഒന്ന് ശ്രദ്ധയോടെ വായിക്കുക. ബലിയിലേക്ക് നമ്മെ ഈശോ സ്നേഹത്തോടെ ആകർഷിക്കും.